السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വർഗാവകാശികളുടെ രൂപത്തെപ്പറ്റിയും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളെപ്പറ്റിയുമൊക്കെ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. قال رسول الله صلى الله عليه وسلم أول زمرة تلج الجنة صورتهم على صورة القمر ليلة البدر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന സംഘത്തിന്റെ രൂപമെന്ന് പറയുന്നത് സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്ർ. പൗർണമി രാവിലുള്ള ചന്ദ്രനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന മുഖങ്ങളായിരിക്കും സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ രൂപമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ ജന്നത്തു മാ ബിനാഉഹാ, അൽ ജന്നത്തു മാ ബിനാഉഹാ. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അതെങ്ങനെയുള്ളതാണ്, അതെങ്ങനെയാണ് അതിനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലെ ഒന്ന് നമുക്ക് പറഞ്ഞു തരാമോ? പരിശുദ്ധമായ ഖുർആനിലൂടെ, അങ്ങയുടെ നാവിലൂടെ, അങ്ങയുടെ സംഭാഷണത്തിലൂടെ, അങ്ങയുടെ പ്രഭാഷണത്തിലൂടെ, നസീഹത്തിലൂടെ, ഉപദേശങ്ങളിലൂടെ ഒരുപാട് കേട്ടുമാത്രം പരിചയമുള്ള സ്വർഗീയമായ ആ ലോകം, ആ ലോകത്തിലെ കൊട്ടാരങ്ങളെപ്പറ്റി അങ്ങ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ കൊട്ടാരത്തെ ഒന്ന് വർണ്ണിക്കാവോ? ആ കൊട്ടാരത്തെ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അങ്ങ് പറഞ്ഞു തരാമോ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലബിനതും മിൻ ദഹബിൻ വലബിനതും മിൻ ഫില്ല وملاتها المسك الأذفر وحسباؤها اللؤلؤ والياقوت وتربتها الزعفران. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതിലെ ലബിനത്ത്, അതിലെ ഇഷ്ടിക കട്ടകൾ എന്ന് പറയുന്നത് അത് അത് സ്വർണത്താലും വെള്ളിയാലുമുള്ള ഇഷ്ടിക കട്ടകളെ കൊണ്ടാണ് അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് സുഗന്ധമുള്ള കസ്തൂരിയെ കൊണ്ടാണ് അവകളെ രണ്ട് ഇഷ്ടികകൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് പറയുന്നു, അതിലെ കല്ലുകൾ
ആ ഭവനത്തിലെ സ്വർഗീയ അവകാശികൾക്ക് ലഭിക്കുന്ന ആ കൊട്ടാരത്തിലെ ഉള്ള കല്ലുകൾ എന്ന് പറയുന്നത്, ആ കല്ലുകൾ മുത്തുകൾ, മാണിക്യങ്ങൾ കൊണ്ടാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മണ്ണ് എന്ന് പറയുന്നത് കുങ്കുമമാണ്. അതിന്റെ മണ്ണുകൾ ഇങ്ങനെ ആ കൊട്ടാരത്തെ പറ്റി മുത്തുനബി തങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ് സഹാബത്തിന്റെ ചോദ്യത്തിന്. ഇതാണ് സ്വർഗീയമായ ലോകത്തുള്ള ഓരോ വീടുകളും. ഓരോ വീടുകളും ഇങ്ങനെയാണ് അല്ലാഹു തആല നിർമ്മിച്ചിട്ടുള്ളത്. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? പരിശുദ്ധമായ ഖുർആനിൽ പല ആവർത്തി പരാമർശിക്കപ്പെട്ട ഇല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സുകൃതം പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭവനത്തെ സംബന്ധിച്ചാണ്, ആ സ്വർഗീയ ലോകത്തിലെ ഭവനത്തെ പറ്റിയിട്ടാണ് അല്ലാഹു തആല പരാമർശിച്ചത്. ഇന്ന അസ്ഹാബൽ ജന്ന എന്ന പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ സ്വർഗീയ അവകാശികൾക്ക് ലഭിക്കുന്ന മഹത്ത സുന്ദരമായ സമുന്നതമായ സ്ഥാനമാനങ്ങളെ പറ്റി പരാമർശിക്കുമ്പോൾ അതിലെ കൊട്ടാരങ്ങളും അതിന്റെ നിർമ്മാണങ്ങളും അതിന്റെ അരുവികളും പുഴകളും നമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് കൂടുതൽ ആഗ്രഹിക്കാൻ, കൊതിക്കാൻ, അതുവഴി ഒരുപാട് സുകൃതങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗം നേടുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.